നമസ്കാരം. ഓഡിയൻസ് പോസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനിത വില്യംസ് എന്ന പേര് കേട്ടാൽ തന്നെ എപ്പോഴും ഭാരതീയരായ നമ്മൾക്ക് ഒരു പ്രത്യേക ആവേശമാണ്. ബഹിരാകാശ യാത്രികരിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ഇത്തവണ പോയിരിക്കുന്നത് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ യാത്രാ പരീക്ഷണത്തിന്റെ ഭാഗമായാണ്. തിരിച്ചിറങ്ങാൻ നിശ്ചയിച്ച തീയതി കഴിഞ്ഞ് 2 ആഴ്ചയായിട്ടും നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും സഹയാത്രികൻ ബാരി ഇ വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയാണ്. വിക്ഷേപണത്തിന് മുമ്പ് തന്നെ പലവിധ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ട പേടകം ഒടുവിൽ ജൂൺ 5-നാണ് വിക്ഷേപിച്ചത്. 24 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇരുവരും സുരക്ഷിതരായി നിലയത്തിലെത്തി. എന്നാൽ ഈ യാത്രയ്ക്കിടെ 4 തവണ ഇന്ധനം ചോരുകയും സഞ്ചാരപാത ക്രമീകരിക്കുന്നതിനുള്ള ത്രസ്റ്ററുകൾ 5 തവണ പരാജയപ്പെടുകയും ചെയ്തു. ഹീലിയം ചോർന്ന സാഹചര്യത്തിലാണ് ഇരുവരുടെയും തിരിച്ചിറക്കം വൈകുന്നത്. ബോയിങ്ങിന്റെയും നാസയുടെയും എഞ്ചിനീയർമാർ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. നിലയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേടകത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് തകരാറില്ലെന്നും പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഡേറ്റ വിശദമായി പരിശോധന നടത്തുന്നതിന്റെ കാലതാമസമാണിതെന്നും നാസ പറഞ്ഞു. നാസയും ബോയിങ്ങും സംയുക്തമായി നടത്തുന്ന ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് മിഷന്റെ ഭാഗമായാണ് സുനിത വില്യംസും സഹസഞ്ചാരി ബാരി ഇ വിൽമോറും ബഹിരാകാശ യാത്ര നടത്തിയത്. നാസ ആസൂത്രണം ചെയ്ത റിട്ടേൺ പ്ലാൻ 3 തവണ പുനർക്രമീകരിച്ചു. സ്റ്റാർലൈൻ്റെ ഏറ്റവും പുതിയ ടാർഗറ്റ് ചെയ്ത റിട്ടേൺ തീയതി ജൂലൈ 6 ജൂൺ 5-ന് ലിഫ്റ്റ് ഓഫ് ചെയ്തതു മുതൽ ക്യാപ്സ്യൂളിൽ 5 ഹീലിയം ചോർച്ചയുണ്ടായി. 5 മാനുവറിംഗ് ത്രസ്റ്ററുകൾ നശിച്ചു. ഒരു പ്രൊപ്പല്ലന്റ് വാൽവ് പൂർണ്ണമായും അടയ്ക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ബഹിരാകാശത്തുള്ളവരെയും ഹൂസ്റ്റണിലെ മിഷൻ മാനേജർമാരെയും ദൗത്യത്തിന്റെ കണക്ക് കൂട്ടിയതിലും കൂടുതൽ സമയം ചെലവഴിക്കാൻ പ്രേരിപ്പിച്ചു. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് സ്റ്റാർലൈനറിന് 45 ദിവസം വരെ ഡോക്ക് ചെയ്യാനാകുമെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഫ്ലൈറ്റ് പ്ലാനിംഗ് പരിചയമുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ മിഷൻ ഉദ്യോഗസ്ഥർക്ക് കൃത്യസമയത്ത് പരിഹരിക്കാൻ കഴിയാത്ത കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിവിധ ബാക്കപ്പ് സംവിധാനങ്ങളെ ആശ്രയിച്ച് 75 ദിവസം വരെ ഡോക്ക് ചെയ്യാനാകുമെന്നാണ്. പ്രൊപ്പോഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾക്കിടയിലും അത്യാവശ്യമാണെങ്കിൽ പോലും സ്റ്റാർലൈനറിന് ഇപ്പോഴും ബഹിരാകാശ യാത്രികരെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് നാസ പറയുന്നു. അവരെ സുരക്ഷിതരായി തിരികെ എത്തിക്കാനുള്ള മാർഗം നാസ കണ്ടെത്തുമ്പോൾ റഷ്യൻ ഉപഗ്രഹം കഷ്ണങ്ങളായി തകരുകയും അവശിഷ്ടങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമീപം എത്തുകയും ചെയ്തതിനാൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ അഭയം തേടാൻ ഈ ദൗത്യത്തിലുള്ള എല്ലാവരോടും അടിയന്തരമായി ആവശ്യപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ട് സുനിത വില്യംസിനെ തിരഞ്ഞെടുത്തു? നാസയുടെ 2 വിവിധ ദൗത്യങ്ങളിൽ ബഹിരാകാശത്ത് സഞ്ചരിച്ചു വിജയം കൈവരിച്ച ചുരുക്കം വ്യക്തികളിൽ ഒരാളാണ് സുനിത വില്യംസ്. ആ 2 ദൗത്യങ്ങളിലായി 322 ദിവസം ബഹിരാകാശത്ത് സുനിത ചെലവഴിച്ചിട്ടുണ്ട്. ഇതോടെ നാസയും ബോയിങ്ങും സംയുക്തമായി നടത്തുന്ന ഈ ദൗത്യത്തിന് അവർ യോഗ്യയാണെന്ന് തെളിയിക്കപ്പെട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുള്ള മുൻപരിചയവും 30-ലധികം വിമാനങ്ങളിൽ 3000-ലധികം മണിക്കൂർ വിമാനം ഓപ്പറേറ്റ് ചെയ്ത പരിചയം ഉൾപ്പെടെ പരിചയസമ്പന്നയായ ടെസ്റ്റ് പൈലറ്റുമാരിൽ ഒരാളാണ് സുനിത. മികച്ച പരിശീലനം കാഴ്ചവെച്ച സുനിതയെ 1998-ലാണ് നാസ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുത്തത്. എന്താണ് ബോയിങ് സ്റ്റാർലൈനർ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ്? ബോയിങ് കമ്പനിയും നാസയും സംയുക്തമായി നടപ്പാക്കുന്ന സ്റ്റാർലൈനർ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്ന ബഹിരാകാശ യാത്രാ പരിപാടി വാണിജ്യ പരിപാടികൾക്കായിട്ടാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണാണ് ഇതുവരെ വാണിജ്യ ബഹിരാകാശ പര്യവേഷണം നടത്തി വിജയിച്ചിട്ടുള്ളത്. പുതിയൊരു കമ്പനി കൂടി ഈ രംഗത്ത് വരണമെന്ന നാസയുടെ തീരുമാനമാണ് ബോയിങ്ങിന് അനുകൂലമായത്. ബോയിങ്ങിന്റെയും നാസയുടെയും സംയുക്ത ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുത്ത സ്റ്റാർലൈനർ ബഹിരാകാശ വാണിജ്യ വിക്ഷേപണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തുന്നു. ഈ ദൗത്യം വിജയിച്ചാൽ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് വിടാൻ ചരിത്രത്തിലാദ്യമായി അമേരിക്കയ്ക്ക് 2 ബഹിരാകാശ വാഹനങ്ങൾ ഉണ്ടാകും. നിലവിൽ എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം മാത്രമാണ് അമേരിക്കയ്ക്കുള്ളത്.
മനുഷ്യരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനും തിരിച്ചു സുരക്ഷിതമായി ഇറക്കാനുമുള്ള സാങ്കേതിക വിദ്യ വളരെ സാങ്കേതികമായി സ്റ്റാർലൈനറിന് സാധിക്കും. കെലിപ്സോ എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന് സ്വന്തമായി പറക്കാനും സ്വമേധയാ നയിക്കാനും കഴിയും. 5 മീറ്റർ ഉയരവും 4.56 മീറ്റർ വ്യാസവുമുള്ള പേടകത്തിനകലെ 4 ബഹിരാകാശ സഞ്ചാരികളെ വഹിക്കാൻ കഴിയും. കലിപ്സോ എന്ന പേരിൽ സ്വന്തം കപ്പലിൽ ലോകമെമ്പാടും യാത്ര ചെയ്ത പര്യവേഷകനായ ജാക്കസ് കൂസ്റ്റിയോയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വില്യംസ് 2019 ക്രൂ ക്യാപ്സ്യൂളിന് കലിപ്സോ എന്ന് പേരിട്ടത്. കടലിനെ കുറിച്ച് പഠിക്കുകയും കടലിന്റെ വിസ്മയങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കൂസ്റ്റിയോയുടെ ലക്ഷ്യം. ബഹിരാകാശത്തിനായി സ്റ്റാർലൈനറിന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് സുനിത വില്യംസ് വിശ്വാസം പ്രകടിപ്പിച്ചു. ക്രൂ ക്യാപ്സ്യൂൾ അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് പാരച്യൂട്ടിന്റെയും എയർബാഗിന്റെയും സഹായത്തോടെ ലാൻഡിംഗ് നടത്തും. ഇതിനു മുൻപ് ബഹിരാകാശ നിലയത്തിൽ വിൽമോറും സുനിതയും ഓർബിറ്ററിംഗ് ലബോറട്ടറിയിൽ 10 ദിവസം ചെലവഴിക്കുമെന്ന് നാസ പറഞ്ഞു. അവരുടെ ഫ്ലൈറ്റിന്റെ യാത്രയെ അടിസ്ഥാനമാക്കി ബഹിരാകാശ നിലയത്തിലേക്കുള്ള ക്രൂഡ് റൊട്ടേഷൻ ദൗത്യങ്ങൾക്കായി സ്റ്റാർലൈനറിലും അതിന്റെ സംവിധാനങ്ങളും പ്രവർത്തിച്ചു തുടങ്ങിയതായി നാസ അറിയിച്ചു. 2011 നാസ അവരുടെ സ്പേസ് ഷട്ടിൽ ഫ്ലൈറ്റിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഇതോടെ ബഹിരാകാശ യാത്രികരെയും ചരക്കുകളും ISAS എന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിന് വാണിജ്യ ബഹിരാകാശ കമ്പനികളെ പദ്ധതികൾക്കായി നാസ ക്ഷണിച്ചു. 2 കമ്പനികൾക്കാണ് കരാർ ലഭിച്ചത്: സ്പേസ് എക്സ്, ബോയിങ്. 2020 മുതൽ സ്പേസ് എക്സ് ബഹിരാകാശ യാത്രികരെ ISSലേക്കും പുറത്തേക്കും കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ബോയിങ് ഇതുവരെ അതിന്റെ ആദ്യത്തെ ക്രൂ ഫ്ലൈറ്റ് വിജയകരമായി വിക്ഷേപിച്ചിട്ടില്ല. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.